ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബിഡതയിലുള്ള ജോളിവുഡിലേക്കായിരുന്നു. ഇത് അവരുടെ എൻട്രൻസ് ആണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഇവിടെ കാർ പാർക്കിംഗ് ഉണ്ട്, പക്ഷെ നമ്മൾ ചെന്നപ്പോൾ ഇതെല്ലാം ഫുള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് മറ്റേ എൻട്രൻസിൻ്റെ അവിടെ പാർക്ക് ചെയ്യണമായിരുന്നു. നമ്മൾ വൈകുന്നേരത്തെ ഇതിലാണ് പോയത്, 4 to 9. അതിൽ 4 to 5:30 നമുക്ക് വാട്ടർ ഐറ്റംസിലെല്ലാത്തിലും പോവാം. 6:30 വരെയാണ് മറ്റേ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസിൽ കയറാൻ പറ്റുക. ഇത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. പിന്നെ ഇതവരുടെ ചാർട്ട് ഇൻസ്ട്രക്ഷൻസും ഓരോ പ്രൈവറ്റ് പൂളാണ് ഇത്. ഇങ്ങനെ ആനിമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഓരോ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, നമ്മുടെ അമിതാഭ് ബച്ചൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ വോളില് സ്റ്റുഡിയോ പോലെ ക്രിയേറ്റ് ചെയ്തേക്കണത്. മിനിയോൺ ഉണ്ട്, ബാറ്റ്മാൻ ഉണ്ട്, അങ്ങനെ പല കഥാപാത്രങ്ങളുടെയും പടങ്ങൾ വെച്ചിട്ട് അവർ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ പോലെ ബാറ്റ്മാൻ സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കാം. ഞങ്ങൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് തന്നെ വെയിൽ നല്ല കുറവായിരുന്നു. രാവിലെ 11 തൊട്ട് 3 മണി വരെ വേറൊരു സ്ലോട്ട് ഉണ്ട്. നമ്മൾ വൈകുന്നേരത്തെ സ്ലോട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലത്തുനിന്ന് ഒരു 1 hour ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതുപോലെ പല പല സെറ്റുകളുണ്ട്. അപ്പോൾ പല പ്ലേ ഏരിയാസ്, അങ്ങനെ പല പല കാര്യങ്ങൾ അവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 20 ഏക്കറിലാണ് ഇവർ ചെയ്തേക്കുന്നത്. അവിടെ കുട്ടികൾക്ക് കോട്ടൺ ക്യാൻഡി ഉണ്ട്, പിന്നെ ഇവിടെ ആർച്ചറി, പിന്നെ അവർക്കുള്ള പ്ലേ ഏരിയാസ്. ഇതുപോലെ പല സെറ്റുകൾ ഇങ്ങനെ ഇട്ടേക്കാണ്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും. ഇത് ചെറിയ ചെറിയ, ഞങ്ങൾ വൈകുന്നേരം വന്നപ്പോൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയ ചെറിയ ഫുഡ് കൗണ്ടേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് സ്ലൈഡ്സിൻ്റെ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത്. കണ്ടോ, ഇവിടെ പല രീതിയിലുള്ള ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഡെക്കറേഷൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പിള്ളേർക്കൊരു ഗെയിം സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു ബോൾ എന്തോ എറിഞ്ഞിട്ട് ഒരു പറയുന്ന രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ടെഡ്ഡീനെ കിട്ടുന്നുള്ള എന്തോ ഒരു ഗെയിം. പിന്നെ ഇത് ശരിക്കും നല്ലൊരു ടൂറാണ്. ഇത് ലോസ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞു. ഇതിനെ പറ്റിയുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണിക്കാം, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം. ഇത് റെയിൻ ഡാൻസ് ആയിരുന്നു. അഡൽട്സിനും കുട്ടികൾക്കും എല്ലാവർക്കും അറ്റ് എ ടൈം കളിക്കാവുന്നതാണിത്. നമ്മുടെ മോൻ ചെറുതായതുകൊണ്ട് തന്നെ മോന് ഈ റെയിൻ ഡാൻസും അതുപോലെ തന്നെ വാട്ടർ പൂളും മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളും അതുകൊണ്ട് വാട്ടർ ഗെയിംസിൽ അതിൽ തന്നെയാണ് നമ്മൾ പോയത്. അപ്പോൾ നല്ലതായിരുന്നു. മോനും ഞാനുങ്ങളും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെ മേളിൽ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, റെഡ് ടീഷർട്ട് ഇട്ട്. പുള്ളി അപ്പം തന്നെ ആ ഒരു ലിമിറ്റ് വിട്ട് കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവർ വിസിലടിച്ച്, അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി ഒക്കെ അവർ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലതായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂളായിരുന്നു ഇത്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടും എല്ലാമായിട്ട് അങ്ങനെ കുറേ നേരം അങ്ങനെ ചിലവഴിച്ചു. നമ്മൾ കുറച്ച് വെയിൽ മാറുന്ന ടൈമിൽ വന്നതുകൊണ്ട് തന്നെ നന്നായി. ഇതൊരു ഐലൻഡ് പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നല്ലതാണ്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഡ്രൈ ഐറ്റംസിലേക്ക് മാറി. അപ്പോൾ ഓരോ ലിമിറ്റഡ് ആയിട്ടുള്ള എണ്ണത്തിൽ മാത്രമേ കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അവർ ഹൈറ്റ് നോക്കിയിട്ടാണ് ഓരോന്നിലൊക്കെ പെർമിറ്റ് ചെയ്യുന്നത്. ഇതതുപോലെ തന്നെ ഒരു സ്ലൈഡായിരുന്നു. ഇതിൽ മോന് പറ്റില്ലായിരുന്നു, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു പിക്കിന് വേണ്ടി എടുത്തു എന്ന് മാത്രം. എല്ലാ ഗെയിംസിലും അവർ ഹൈറ്റ് നോക്കും. ഇതുപോലെ തന്നെ ഇങ്ങനെ തൂങ്ങിയിട്ട് നിൽക്കുക, കാല് വിട്ടിട്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിനും എന്തോ ചില കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഈ മണിയിൽ അലൗഡ് പെർമിറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അവനത് നടന്നില്ല. പിന്നെ നമ്മൾ ഇതിനെ നേരത്തെ കണ്ടില്ലേ, ലോസ്റ്റ് വേൾഡിലേക്ക് വന്നു.
ഡൈനോസറിൻ്റെ അവിടെ. ഇത് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ എൻട്രൻസ്, മറ്റേ സൈഡിൽ കൂടെ എക്സിറ്റും അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇതിൽ നമ്മുടെ ഒരു ട്രെയിനിൻ്റെ ഒരു മാതൃകയിലാണ് അവർ സ്ലോ ആയിട്ട് ഒരു ട്രെയിനിൽ പോയിട്ട് നമ്മൾ കാട്ടിക്കൂടെ പോയി ഇതെല്ലാം കണ്ട് തിരിച്ചു വരുന്ന ഒരു രീതിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലിരുന്ന് എല്ലാവരും സ്ലോ ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഇടയിൽ പലതരത്തിലുള്ള ഡൈനോസേഴ്സ് വരും. അപ്പോൾ അതിന് ചെറിയ ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അതിന് ചുറ്റും നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോയി മറ്റേ എൻട്രൻസ് വഴി എക്സിറ്റ് വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല കൗതുകം, പ്രത്യേകിച്ച് ഡൈനോസിനെ ഇഷ്ടമാവുന്നവർക്കൊക്കെ അവർ ചെറിയ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതിന് ചിലതിന് ലൈറ്റ് ആ ഏരിയയിൽ വരിക, അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു പ്രതീതിയായിരുന്നു അത്. അപ്പോൾ മോനൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡൈനോസർ വന്നു. അപ്പോൾ അത് ഓരോന്നും പല ഷേപ്പിൽ പല വെറൈറ്റീസ് ഓഫ് ഡൈനോസേഴ്സ് ആയിരിക്കും അവരതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഓൾറെഡി 6:30 വരെയാണ് ഇതിലൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടുന്നത്. നമ്മളിങ്ങനെ അടുത്ത ആളുകൾ അങ്ങനെ ഞങ്ങളിതെല്ലാം കാഴ്ചകൾ കണ്ട് അതിലേക്ക് നമുക്ക് ആ ജംഗിള് ഫുള്ള് ഒരു ആർട്ടിഫിഷ്യൽ ജംഗിൾ പോലെ അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് കയറി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ സ്ലോ ആയിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കണ്ടു. ഇത് വേറൊരു വെറൈറ്റി. അപ്പോൾ അതിന് ഓരോരോ സൗണ്ട്സ് അവർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് അവർ ഡേഞ്ചർ അലേർട്ട് പോലെ അത് വെച്ചിട്ടുണ്ട്. ഈ ലൈൻ കമ്പികളിലൊന്നും തൊടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം. നല്ലൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ അതിലേക്കൂടെ കണ്ടോ, ഒരു ഡോർ ഓപ്പൺ ആയി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പതുക്കെ കാടിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ലോലിയാണ് അത് പോകുന്നത്. മോനൊക്കെ ഇവിടെ നിന്ന് ഹായ് ഡൈനോസർ ഹായ് എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുക, പിള്ളേർക്ക് പേടിയൊക്കെ അത് ഒരു എന്താ പറയുക ക്യൂരിയസ് ആയിട്ട് ഒരു ആൻഷ്യസ് ആയിട്ട് അവർ ടി വിയിൽ ഇത് കണ്ടതിൻ്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു ജുറാസിക് പാർക്കൊക്കെ കണ്ടൊരു എഫക്റ്റ് പോലെയായിരുന്നു. മോനൊക്കെ ടാറ്റ കൊടുക്കലും ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞ് പോകലും വരലും അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. നമുക്കങ്ങനെ പേടിക്കാനുള്ളതൊന്നും ഇല്ല. നല്ല രീതിയിൽ അവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ സയൻസ് സർട്ടിഫൈഡ് ആണെന്ന് അവർ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരെണ്ണം വന്നു. അപ്പോൾ പിള്ളേർക്കാണെങ്കിലും അവർക്ക് ഡൈനോസറിനുള്ള ഇത് മാത്രമല്ല അറിയുള്ളൂ, ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഓരോന്നും ഓരോ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരെണ്ണത്തിൽ നിന്ന് അടുത്തതിലേക്ക് അപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക്. പക്ഷെ വേഗം അങ്ങ് പോകുമ്പോൾ നമ്മൾ അങ്ങനെ നമുക്കറിയില്ല ഓരോന്നും ഏത് സ്പീഷീസാണ് ഏതാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും മോനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഡൈനോസർ വന്നു. ഇത് ഡൈനോജൻ ലബോറട്ടറി എന്നും പറഞ്ഞ് ഒരു ഇത് കണ്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകുമ്പോഴത്തേക്കും ചില ഭാഗങ്ങളിൽ ഇരുട്ടിലേക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു രസം വന്നു. അങ്ങനെ അതെ അടുത്ത ഡൈനോസർ വന്നു. പോയിക്കൊണ്ടിരിക്കുന്നതോടും ഇരുട്ട് വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വേറൊരു ഡൈനോസർ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതായിരുന്നു നമ്മുടെ റെയില്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു. അവിടെ തന്നെ ഒരു മ്യൂസിയം പോലെ ഉണ്ടായിരുന്നു.
ആ ഒരു റൂമിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ പല വെറൈറ്റീസ് ഡൈനോസറിൻ്റെ സ്പീഷീസ് വെച്ചിട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം രണ്ട് ചെറിയ ചെറിയ ഗുഹകൾ പോലെയൊക്കെ ആയിട്ട് അതിലോരോന്നിനെ പറ്റിയുള്ള പടം, അല്ലെങ്കിൽ അതിൻ്റെ ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇത് കണ്ടോ മുട്ട, അങ്ങനെ എല്ലാം അവർ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 നില ആയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഓരോ വെറൈറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഓരോ പാർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ 2ാം നിലയിലേക്ക് പോയി, 1ാം നിലയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആനിമേറ്റ് ആയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആ സ്റ്റെപ്സിൻ്റെ അവിടെയെല്ലാം. മോനപ്പോൾ ഓരോന്നിരുന്ന് ഓടി നടന്ന് കാണുന്നുണ്ട്. ആളൊരു ഡൈനോ ഫാനൊന്നും അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ആൾക്കാർ ഡൈനോ ഫാൻ ആയ പോലെ തോന്നി. നല്ല രസമുണ്ട്. പല വെറൈറ്റീസ് അങ്ങനെ കാണാനൊക്കെ പറ്റി. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് പോന്നു. പിന്നെ അവരൊരു ടൈറ്റാനിക് കപ്പലിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ റൂമിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതേ ടൈറ്റാനിക് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറും തോറും എന്താ പറയുക, നിഗൂഢതകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും തോറും ഓരോരോ കാര്യങ്ങൾ അതിൽ കാണുകയാണ്. കാറ്റാടി, പിന്നെ അങ്ങനെ അതിനെ പറ്റിയുള്ള ഷിപ്പിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ അവരവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഒരറയിലേക്ക്, അതിൻ്റെ അടുത്ത അറയിലേക്ക് എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഉള്ളിലേക്കായിട്ട് അതിലേക്ക് പോകാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഗ്ലോബും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ പണ്ടത്തെ സാധനങ്ങൾ കുറച്ച് ഉണ്ടായിരുന്നതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കപ്പലിൻ്റെ ആ ഉള്ളിലത്തെ ആ ഒരു സിസ്റ്റം അവിടെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റ്സും ഇതൊക്കെ കാണുമ്പോൾ മോനും നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അവിടെ നിന്ന് അടുത്ത ഉള്ളിലേക്ക് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയി അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും അന്ന് നടന്നതിൻ്റെ ബാക്കി എന്നുള്ള പോലെ ആയിട്ടുള്ള രീതിയിൽ കുറേ റീക്രിയേഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ശരിക്കും പറഞ്ഞാൽ ഒരറയിൽ നിന്ന് പോലെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ അവർ ഓരോ റേഞ്ചിലുള്ള കോഡ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെ അവർ വെച്ചിട്ടുണ്ട്. ഓരോ റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഇത്ര രൂപയ്ക്ക് ഈ ഒരു കോട്ട്, എന്നാൽ അല്ലെങ്കിൽ കുറച്ച് കുറയണവർക്ക് ഇങ്ങനെ ഡബിൾ ഡക്കർ മോഡലിലുള്ള കോട്ട്സ്, അങ്ങനെ ഓരോന്നും അതിൻ്റെ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവർ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അറയിൽ നിന്ന് പിന്നെ വീണ്ടും ഒരറയിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഇതോടാൻ ആവശ്യമായിട്ടുള്ള കൽക്കരി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കപ്പലിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ പറ്റിയുള്ളത് എല്ലാ മെമ്മറീസും അതിൽ റീക്രിയേറ്റഡ് ആണ്. പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ചെയേഴ്സ്, പല വെറൈറ്റീസ് അവരതിൽ കാണിക്കുന്നുണ്ട്. എല്ലാത്തിനും പ്രൈസ് ടാഗ് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ഒരു കപ്പലിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം അവരതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിവിടെ വരുമ്പോഴത്തേക്കും അവർ അതിൻ്റെ ഉള്ളിലുള്ള ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ വെച്ചിട്ടുണ്ട്. അവന് വലിയ ഇഷ്ടമായി. അപ്പം അവൻ നല്ല ഡാൻസാണ് അവിടെ കിടന്നിട്ട്. ഇത് 2 സൈഡിലും സ്റ്റെപ്സിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയുള്ളൂ. നമുക്ക് അതിലേക്ക് പെർമിഷനൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചുള്ള ഇത് കഴിഞ്ഞു കണ്ടോ കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇമാജിനറി ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസും ജാക്കുമായിട്ട് പലരും അവിടെ നിന്ന് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, മോനുള്ളതുകൊണ്ട് അവൻ തന്നെ നിന്ന്. അവനറിയില്ല ശരിക്കും പറഞ്ഞ ടൈറ്റാനിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോസിനെ പറ്റിയൊന്നും. പക്ഷെ എല്ലാവരും എടുക്കുന്നുണ്ട്, ആളും എടുത്തു. നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഡെക്കറേഷൻ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് 7 o'clock ആയിട്ടുണ്ടായിരുന്നു. കാരണം 6:30 ആയപ്പോഴത്തേക്കും നമ്മുടെ റൈഡ്സൊക്കെ വാട്ടർ 5:30ക്കും 6:30ക്ക് ഡ്രൈയും കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ ഈ ഏരിയസിലേക്ക് വന്നു. നമുക്ക് സമയം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് വേഗം എല്ലാം കണ്ട് അങ്ങ് പോവുമായിരുന്നു. ഇതുപോലെ കുറച്ച് ഏരിയ ഉണ്ട്, കുറേ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. വൈകിട്ടാ പോയ 7 മണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നമ്മൾ അത്യാവശ്യം നടന്ന് നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ മ്യൂസിക് ഫുൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഇട്ട് നല്ലൊരു രസമായിട്ടുള്ളൊരു നമുക്ക് നടക്കാനും അല്ലെങ്കിൽ കാഴ്ച കൊണ്ട് കാറ്റ് കൊണ്ടിരിക്കാനും അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ ഇതിൽ പല റെസ്റ്റോ ബാർ ഉണ്ട്, പിന്നെ പാർക്ക് പ്ലേ ഏരിയ എന്തോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് മോനും കൂടെ പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. പിന്നെ അതുപോലെ തന്നെ സർക്കസ്, അപ്പോൾ ചില സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചിലത് കോട്ടൺ ക്യാൻഡി. പിന്നെ വൈകുന്നേരം ആ നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല ക്രൗഡായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പല രീതിയിൽ ഇൻസ്റ്റൻറ്റ് പെട്ടെന്ന് ഉള്ള നൂഡിൽസ് അല്ലെങ്കിൽ മൊമോസ് അങ്ങനത്തെ പോലത്തെ ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഇനിയും ലാസ്റ്റ് 1-2 പ്രോഗ്രാംസും കൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് ഞങ്ങൾ ഇതിപ്പോൾ മറ്റേ ഡാർട്ട് ഗെയിമിൻ്റെ ആർച്ചേഴ്സ് ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഓരോന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പഠിക്കുക. ഇവിടെ ഇപ്പോൾ പ്ലേ ഏരിയയിൽ വന്നു. അപ്പോൾ ഇവിടെ പിള്ളേർ നല്ല കളിയായിരുന്നു. പിന്നെ ഇവിടെ ഇൻഡോർ പ്ലേ ഏരിയസിലൊക്കെ ഇപ്പം പോകുന്നതുകൊണ്ട് അധികം നേരമൊന്നും നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് കയറി കണ്ട് പോന്നു. പിന്നെ അതൊരു ക്ലോസിങ് ടൈമിലേക്ക് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കയറി എന്താ എങ്ങനെയാന്നൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നോണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളും ഗെയിംസും ലൈറ്റ്സും അങ്ങനെ പല കാര്യങ്ങളും അവരവിടെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ പിള്ളേർക്ക് സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം സമയം എടുക്കുന്നതാണ്. നമുക്ക് ഒരെണ്ണം കഴിഞ്ഞ അടുത്തതിലേക്ക് വേഗം ഓടി പോയി ഇത്രയും സമയമുള്ളല്ലോ എന്ന രീതിയിൽ ഓടിയായിരുന്നു. ഒരു 7 മണി 7:15 15 മിനിറ്റ്സിന് ലേസർ ഷോ ഉണ്ടായിരുന്നു. അത് നല്ല അടിപൊളിയായിരുന്നു. പല വെറൈറ്റീസ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് അങ്ങനെ ഒരിതുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോഴത്തേക്കും അവിടെ ഒരു ഗാലറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫുൾ ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ഇത്രയും ക്രൗഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അത്രയും തിരക്കായിരുന്നു. എല്ലാ സീറ്റ്സും ഓൾമോസ്റ്റ് ഫിൽഡായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഇതിങ്ങനെ മാറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലത് ഇരിക്കുന്നത് മൊത്തം ആൾക്കൂട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു. അധികം നേരം ഉണ്ടായിരുന്നില്ല, 15 മിനിറ്റിൽ ഇടയ്ക്ക് നിന്നിട്ടൊക്കെ അവർ വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് വേഗം ഇത് ചെയ്തു. ഇതാണ് അവരുടെ റോയൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇത് നല്ലതായിരുന്നു കേട്ടോ. നല്ല ഫുഡും നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബഫറ്റ് സിസ്റ്റം ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് നമ്മുടെ ഇതിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ ഈവനിങ് ടൈമിൽ പോയത് കൊണ്ട് തന്നെ 1000 rupees 3 പേർക്കും 1000 ഈച്ച് വെച്ചിട്ടായിരുന്നു. എന്തായാലും ഒരു ഈവനിങ് ടൈമിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ നല്ലൊരു സ്ഥലമാണ്. അഡൾട്ടിനും കിഡ്സിനും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്.